ഹായ് ഓൾ, ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കുട്ടി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബാംഗ്ലൂർ ഒരു ട്രിപ്പ് പോയി, ഒരു 3 days ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം വെച്ചിട്ടുള്ളൊരു കുഞ്ഞ് വ്ലോഗ്. അപ്പോൾ ഈ വ്ലോഗ് മെയിൻലി ഈ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏർലി മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ലോഞ്ചിലൊക്കെ കയറി ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറാണ്. അപ്പോൾ നമ്മുടെ സീറ്റൊക്കെ നമ്മൾ നോക്കി സീറ്റിലൊക്കെ ഇരുന്നു. പിന്നെ നമ്മുടെ ബേബിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും ഫ്ലൈറ്റ് ചൂസ് ചെയ്തത്. Ladies and gentlemen, download the DigiYatra app for a seamless and hassle-free experience at various airports across India. Thank you. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ലഗേജൊക്കെ എടുക്കണം. ലഗേജ് എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല, 2 ബാഗുണ്ട്. അപ്പോൾ നമുക്കത് പിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് എടുക്കാനുള്ള പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ ബേബിക്ക് ഇങ്ങനെ ഓടി നടക്കണം. അപ്പോൾ അങ്ങനെ അവനെ കയ്യിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടില്ല. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ആളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം അവിടെയൊക്കെ. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ബാഗൊക്കെ കിട്ടി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഊബർ എടുക്കണം. മെയിനായിട്ട് നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് എയർപോർട്ടിനകത്ത് പുറത്ത് ഒരുപാട് പ്രൈവറ്റ് ടാക്സികളുണ്ടാവും. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് ഭയങ്കര റേറ്റ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഓല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഊബർ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇവിടെ നമുക്ക് ഊബറിൻ്റെ ഒരു വലിയൊരു സ്റ്റേഷൻ പോലെ തന്നെ ഒരു സെക്ഷനുണ്ട് ഊബർ ടാക്സികൾ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നേരിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്ര പേരുണ്ട്, ലഗേജും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വണ്ടി അവിടെ നിന്ന് തന്നെ ചൂസ് ചെയ്യാം. അതും അഫോർഡബിൾ റേറ്റിന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഊബറൊക്കെ സെറ്റായി. ഇപ്പോൾ നമ്മൾ പോകുന്നത് കോർമംഗലിലേക്കാണ്. അവിടെയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്, ഫാബ് ഹോട്ടൽസ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബണ്ണാർഘട്ട നാഷണൽ പാർക്കിലോട്ടാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ്. കോർമംഗലാകുമ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ ഒരു മെയിൻ ഒരു സെൻറ്ററാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ തന്നെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹോട്ടലും റൂമൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമൊക്കെ ആയിരുന്നു നമ്മുടെ. പിന്നെ നമ്മൾ ബണ്ണാർഘട്ട നാഷണൽ പാർക്കിലെത്തി. അവിടെ മെയിനായിട്ടും 3 കാര്യങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത്. ഒന്ന് ജംഗിൾ സഫാരി, പിന്നെ ബട്ടർഫ്ലൈ പാർക്കുണ്ട്, പിന്നെ സൂ ഉണ്ട്. അപ്പോൾ ഈ ജംഗിൾ സഫാരി ചെയ്യുന്നവർക്ക് വീക്കെൻഡ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വീക്കെൻഡ്സ് അവിടെ റേറ്റ് കൂടുതലായിരിക്കും. വീക്ക് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറവായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊരു 400 എന്തോ സംതിങ് ആയി ഒരാൾക്ക്, പിന്നെ ചൈൽഡിന് സെപ്പറേറ്റ്. പിന്നെ ജംഗിൾ സഫാരി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. എലഫൻറ്റ്, ടൈഗർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈഗേഴ്സിനൊക്കെ കാണാം, ലയണിനെ കാണാം. അങ്ങനെ കുറേ രസമാണ്, കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ആ ഒരു ഡേ അവിടെ കഴിഞ്ഞു. അങ്ങനെ ആകെ ടയേർഡായി നമ്മൾ തിരിച്ച് പോകുന്നത് ബസ്സിനാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടി. അപ്പം നേരെ വന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. ചോക്ലേറ്റ് പാരഡൈസോ, ലണ്ടനിലൊക്കെ ഫേമസ് ആയിട്ടുള്ള മറ്റേ സ്ട്രോബെറി ഡിപ്പ് ചെയ്തിട്ടുള്ള ഐറ്റം. പിന്നെ നമ്മളുടെ ഫുഡൊക്കെ വാങ്ങിച്ചു, ഇവയ്ക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു. പിന്നെ നൈറ്റ് നമ്മൾ ഒരു ബാംഗ്ലൂരിൽ തന്നെ അവരുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ബിരിയാണി കഴിക്കാൻ പോയി. നല്ല സ്പൈസി ആയിരുന്നു, ഒന്നും പറയാനില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്.
ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഡേ നമ്മൾ പോകുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ദ ലിറ്റിൽ കാലിക്കറ്റിൽ റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതൊരു മലയാളി റെസ്റ്റോറൻ്റാണ്. നമുക്ക് നമ്മുടേതായ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയത് കബൺ പാർക്കാണ്. ഇന്ന് നമ്മൾ കബൺ പാർക്കും ലാൽബാഗുമാണ് കേട്ടോ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കബൺ പാർക്കിൽ നമ്മൾ മെയിനായിട്ടും കുട്ടികൾക്ക് പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, അതിൻ്റെ കൂടെ പാരൻസിനും എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ അവിടെ മെയിനായിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോയ് ട്രെയിൻ ഉണ്ട്, ബാൽഭവൻ കിഡ്സ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട്. അതെന്തോ 10 രൂപ വെച്ചിട്ട് ഒരാൾക്കേ ഉള്ളൂ. പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കുറേ ഐറ്റംസ്, വഞ്ചി, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ. അപ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് 2 സാധനമാണ് അവിടുത്തെ ടോയ് ട്രെയിനും അതുപോലെ തന്നെ ബോട്ടിങ്ങും. നമ്മളത് ടിക്കറ്റ് എടുത്താൽ കൂടി നല്ല വേർത്താണ്, കാരണം അടിപൊളിയാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും.
ഒരുപാട് ദൂരം നടന്ന് കാണാനുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അവരെടുത്തുകൊണ്ട് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ബുക്ക് ചെയ്തിട്ട് അതിനകത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ഒരു ഗൈഡും ഉണ്ടാവും. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ നമ്മൾ ആ ഒരു ലാൽബാഗ് കാണിച്ചു തരും. ഞാനിതിന് മുൻപ് കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്. പക്ഷേ എനിക്കത് എന്താണ് ഏതാണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പോയപ്പോഴാണ് അവർ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്ലേസിലും നിർത്തി അവരുടെ ആ ഒരു ഹിസ്റ്ററി ഫുൾ പറയും. പിന്നെ അവിടുത്തെ ഓരോ ട്രീസിനും ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ കുറേ ഹിസ്റ്ററീസ് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ട്രീ ആണ്, പിന്നെ ഇന്ന ആൾ നട്ടതാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് ഗൈഡ് നമ്മൾ ഓരോ സ്ഥലത്തും നിർത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാൽബാഗിൽ ചെല്ലുമ്പോൾ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ട്രിപ്പ് ആ ഒരു ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെർത്താണ്. അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് വന്നത് നെക്സസ് മാളിലാണ്. ഇവിടെ നമ്മളൊരു ക്രിസ്മസിൻ്റെ ടൈമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഷോപ്പ് ചെയ്യാൻ പറ്റിയ കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു. പിന്നെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോരാണ് ചെയ്തത്.
ഓക്കെ, തേർഡ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നല്ല ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അതിൻ്റെ പിക്കുകളാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിംഗ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടാണ് പോയത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പിക്സ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അതറിയാലോ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഡേ മൺഡേ ആയിരുന്നു. അപ്പോൾ മൺഡേയ്സിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അന്ന് ഓഫ് ഡേ ആണ് അവിടെ. അപ്പോൾ ശ്രദ്ധിക്കുക, മൺഡേ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ നമ്മൾ നൈറ്റ് സ്ട്രീറ്റൊക്കെ പോയി കറങ്ങി, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ വന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു. വേഫേഴ്സിൻ്റെ നല്ല അടിപൊളി സൂപ്പർ ഐറ്റം കിട്ടുന്ന ഒരു കടയാണ് അവിടെ. അവിടെ നിന്ന് ആ വേഫേഴ്സ് വാങ്ങിച്ചു. നമ്മളത് ബ്ലൂബെറിയുടെ ഫ്ലേവർ എന്നാണ് വാങ്ങിച്ചത് കേട്ടോ, ബെൽജിയൻ വേഫേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ സ്ട്രോബെറീസിൻ്റെ ഐറ്റം വാങ്ങിച്ചിരുന്നത്. പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോയി നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്തു. നമുക്ക് നൈറ്റ് ബസ് എടുക്കണമായിരുന്നു. അപ്പോൾ പിന്നെ റൂമിൽ ചെന്ന് നമ്മളുടെ കയ്യിലുള്ള വേഫേഴ്സൊക്കെ അടിച്ചു, ഫുഡൊക്കെ അടിച്ചു. അതിനുശേഷം കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ബസ്സിൽ കയറി. പിന്നെ ബസ് യാത്ര നല്ല അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നൈറ്റ് കയറി മോർണിംഗ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.